പാലക്കാട് കോൺഗ്രസിൽ പോര് രൂക്ഷം. വിമതരായി മത്സരിക്കാൻ നിരവധി പേരാണ് രംഗത്തുള്ളത്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. 24 കുന്നത്തൂർ മേട് നോർത്തിൽ DCC അംഗം കിദർ മുഹമ്മദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 10ഓളം വാർഡുകളിലാണ് കോൺഗ്രസ് വിമതർ മത്സര രംഗത്തുള്ളത്. വിമത പ്രശ്നമുണ്ട് എന്ന് നഗരസഭയുടെ ചുമതലയുള്ള പാലക്കാട് MP VK ശ്രീകണ്ഠനും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, പാലക്കാട് സ്ഥിതി സങ്കീർണമാക്കിക്കൊണ്ട് അവിടെ വിമത ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ്, കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുന്നു എന്നുള്ളതാണ്. പറയൂ. രാഖി, തീർച്ചയായിട്ടും പാലക്കാട്ടെ കോൺഗ്രസിനകത്ത് ഈ തമ്മിത്തല്ല് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ തന്നെ വലിയ രൂക്ഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേതായാലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിൻ്റെ ദിവസം അതല്ലെങ്കിൽ അതിൻ്റെ സമയം ഇന്ന് അവസാനിക്കാനിരിക്കെ നിരവധി ആളുകൾ, കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ വിമതരായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. നിരവധി ഇടങ്ങളിലാണ് വിമതരായി മത്സരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പല നേതാക്കളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 10ഓളം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വിമതരായി ഉണ്ട് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ആ വിമതരായിട്ടുള്ള ആളുകളുടെ മുഴുവൻ പേരുകളും വിവരങ്ങളും ഒക്കെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതിനു ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ, അതിലെ പേരുകൾ എന്നുള്ളത് 48ാം വാർഡിൽ അബ്ദുൾ റഷീദ് എന്ന കോൺഗ്രസ് നേതാവ് വിമതനായി മത്സരിക്കുന്നുണ്ട്. 38ാമത്തെ വാർഡിൽ മൻസൂർ മണലാഞ്ചേരി എന്ന പാലക്കാട്ടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് സംസാരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക പീഡന വിവാദങ്ങളിൽപ്പെട്ട സമയത്ത് രാഹുലിന് വേണ്ടി ആദ്യം രംഗത്ത് വന്നൊരു നേതാവായിരുന്നു മൻസൂർ മണലാഞ്ചേരി. ആ മൻസൂർ മണലാഞ്ചേരിയുടെ ഭാര്യ സഫിയ 38ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 24ാം വാർഡായ കുന്നത്തൂർ മേട് നോർത്തിൽ കിദർ മുഹമ്മദ് മത്സരിക്കുന്നുണ്ട്. കിദർ മുഹമ്മദ് DCC അംഗമാണ്. കഴിഞ്ഞ ദിവസം സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കിദർ മുഹമ്മദും ഒപ്പം തന്നെ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ചുമതലയുള്ള മണ്ഡലം ചുമതലയുള്ള നേതാക്കൾ ഉൾപ്പെടെ രാജിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1ാം വാർഡിൽ ആഷിഖ് എന്നൊരു കോൺഗ്രസ് നേതാവ്, ഒലവക്കോട് 1ാം വാർഡിൽ ആഷിഖ് എന്നൊരു നേതാവ് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുൾ അസീസ്, സീനത്ത്, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകി മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ വിമതരുടെ ശല്യം രൂക്ഷമായിട്ട് തുടരുകയാണ്. അതേസമയം തന്നെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠൻ ഈ വിമത ശല്യം അതല്ലെങ്കിൽ നിരവധി ആളുകൾ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇന്നത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞാൽ അത് ആരൊക്കെയാണെന്ന് തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് പരിഹരിക്കാൻ ശ്രമിക്കും എന്നൊക്കെയാണ് ഈ നഗരസഭയുടെ ചുമതലയുള്ള VK ശ്രീകണ്ഠൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഏതായാലും ഈ പരിഹരിക്കുമെന്നൊക്കെ കോൺഗ്രസ് ഒരു വശത്ത് പറയുമ്പോഴും കോൺഗ്രസിനകത്ത് കൂട്ടത്തല്ലിങ്ങനെ തുടരുന്ന സ്ഥിതി തന്നെയാണ് പാലക്കാട് ഉള്ളത്. പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള പിരായിരിയിലും ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള പോര് വലിയ രൂക്ഷമായി തുടരുകയാണ്. അവിടെയാണെങ്കിൽ നടു റോഡിൽ കയ്യാങ്കളി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം BJP ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. പിരായിരിയിൽ നടു റോഡിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പരസ്പരം തമ്മിൽ തല്ലുന്നതെങ്കിൽ പാലക്കാട് നഗരസഭയിൽ പാർട്ടി ഓഫീസിനകത്ത് ഇവർ പരസ്പരം കയ്യാങ്കളിയും തല്ലും നടക്കുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനം BJP ഉന്നയിച്ചിരുന്നു. ഏതായാലും ഒരു വശത്ത് BJP കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച്, മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഉൾപ്പെടെ പൂർത്തിയാക്കി വലിയ രീതിയിൽ പ്രചാരണത്തിനൊക്കെ പാലക്കാട് 3ാമതും നഗരസഭയിൽ അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു വശത്തെ BJPയുടെ ഭാഗത്തു നിന്ന് തുടരുമ്പോൾ, മറുവശത്ത് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് കഴിഞ്ഞ തവണ വെറും 12 സീറ്റ് 52 അംഗ നഗരസഭയിൽ കഴിഞ്ഞ തവണ വെറും 12 സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ 12 സീറ്റ് പോലും ഇത്തവണ ഈ കോൺഗ്രസ് നിലനിർത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ്. കാരണം അത്രത്തോളം വിമതരാണ് ഇപ്പോൾ ഏതായാലും പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത്. ശരി അരുൺ, എന്തായാലും പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി, പോര് രൂക്ഷം എന്നുള്ളത് തന്നെയാണ് അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.